യുഎസ് താവളങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം ഗൾഫ് മേഖലയെ സംഘർഷഭരിതമാക്കുകയാണ്. 13 രാജ്യങ്ങളിലേക്ക് ആക്രമണം പടർന്നു. ഖത്തർ LNG ഉൽപാദനം താൽക്കാലികമായി നിർത്തിയതോടെ യൂറോപ്യൻ വിപണിയിൽ ഗ്യാസ് വില ഉയർന്നിട്ടുണ്ട്. സൗദിയിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരായ അരാംകോയുടെ രാസ് തനൂറയിലെ എണ്ണ ശുദ്ധീകരണശാല ആക്രമണത്തെ തുടർന്ന് അടച്ചു. അൽഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായി. ആശങ്ക വേണ്ടെന്നാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. കുവൈറ്റിലെ അമേരിക്കൻ എംബസിക്ക് നേരെയും ആക്രമണമുണ്ടായി. ദുബായിൽ ജബൽ അലി, ഇന്റർനെറ്റ് സിറ്റി എന്നിവിടങ്ങളിലും സ്ഫോടന ശബ്ദം കേട്ടതായുള്ള റിപ്പോർട്ടുകളുണ്ട്. ഖത്തറിലെ ദോഹയിലും പൊട്ടിത്തെറിയുണ്ടായി. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ജലീൽ കണ്ണമംഗലത്തിനോടൊപ്പം അൻവർ പാലേരി ദോഹയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം അൻവർ പാലേരിയിലേക്ക് പോകാം. അൻവർ, പൊതുവിൽ ഈ GCC രാഷ്ട്രങ്ങളിലെ നിലവിലെ സ്ഥിതി എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തന്ത്രപ്രധാനമായ മേഖലയിലടക്കം ഈ ആക്രമണം വ്യാപിച്ചതോടുകൂടി ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നതിന്റെ സൂചനകൾ വരുന്നുണ്ടല്ലേ? തീർച്ചയായും നമുക്കറിയാം, കഴിഞ്ഞ 1-2 ദിവസങ്ങളായി, ഇപ്പം 3-ാമത്തെ ദിവസമാണ്, ഇന്നിപ്പോൾ 3-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ ആശങ്കകളും സംഘർഷങ്ങളും. എന്തായാലും ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഇത് പെട്ടെന്ന് അവസാനിക്കും, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതിനൊരു പ്രധാന കാരണം ഖത്തറും ഇറാനും തമ്മിലുള്ള വളരെ അടുത്ത ഒരു ബന്ധം. കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഖത്തറും ഇറാനും പതിറ്റാണ്ടുകളായി ഖത്തറും ഇറാനും തമ്മിൽ വളരെ അടുത്ത ഒരു നയതന്ത്ര ബന്ധം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടി ഈ ഇറാനും ഖത്തറും തമ്മിലുള്ള ഒരു അടുത്ത ബന്ധമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കുമേൽ അതിശക്തമായ സമ്മർദ്ദമുണ്ടാക്കാൻ ഇത്തരം സോഫ്റ്റ് കോർണറുകളൊന്നും ഇറാൻ പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഇറാൻ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ വളരെ നിർണായകമാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക നട്ടെല്ലിന് പ്രഹരമേൽപ്പിക്കുക എന്നുദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ഒമാനിൽ എണ്ണ ടാങ്കറിന് നേരെയും തുറമുഖത്തിന് നേരെയും ആക്രമണം നടക്കുന്നു. അതുപോലെ തന്നെ സൗദിയിൽ അരാംകോയുടെ ഊർജ്ജ ഉൽപാദന കേന്ദ്രത്തിന് നേരെ ആക്രമണം നടക്കുന്നു. ഖത്തറിലാണെങ്കിൽ ഉംസൈദിലെയും റാസൽ ലഫാനിലെയും ഏറ്റവും നിർണായകമായ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ന് ആക്രമണങ്ങൾ നടന്നത്. ആക്രമണത്തെ പ്രതിരോധിച്ചു എന്നാണ് ഖത്തർ പറയുന്നതെങ്കിൽ പോലും ഈ 2 കേന്ദ്രങ്ങളിലെയും പ്രകൃതിവാതക ഉൽപാദനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ സാമ്പത്തിക തലത്തിൽ ഇന്ത്യയെ പോലും ബാധിക്കുന്ന, നമുക്കറിയാം, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നാണ്. പ്രകൃതിവാതക ഇറക്കുമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഖത്തർ. ഇതുകൊണ്ട് തന്നെ പ്രകൃതിവാതക മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ, ഊർജ്ജ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കും നമ്മെ ബാധിക്കുക എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാം ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളെയാണ്, കേന്ദ്രങ്ങളെയാണ് ഇറാൻ ലക്ഷ്യമാക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. റാസൽ ലഫാനിലെയും അതുപോലെ തന്നെ ഉംസൈദിലെയും കേന്ദ്രങ്ങൾക്ക് നേരെ, ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ, പ്രകൃതിവാതക ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം വളരെ പ്രാധാന്യത്തോടെയാണ് ഖത്തർ ഭരണാധികാരികളും അധികൃതരും വിലയിരുത്തുന്നത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ദൃശ്യമാവുകയും ചെയ്യും. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.